നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളെ പറ്റിയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുംഭൻ രാശിയിലും മീനൻ രാശിയിലുമായി സ്ഥിതിയുള്ള നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ കുംഭൻ രാശിയിലും നാലാമത് വരുന്ന അവസാന പാദം മീനൻ രാശിയിലുമാണ് സ്ഥിതി. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ക്ഷിപ്രകോപികളായിരിക്കും. അതേപോലെ തന്നെ ശാന്തശീലരുമായിരിക്കും. ഐശ്വര്യശാലികളായ ഇവർക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പ്രിയമുള്ളവരായിരിക്കും. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർക്ക് ഏറെ താല്പര്യമുണ്ടായിരിക്കും. ഈശ്വരവിശ്വാസികളുമായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും സാധാരണയിൽ കവിഞ്ഞ മതവിശ്വാസമോ അന്ധമായ വിധത്തിലുള്ള ആചാരങ്ങളോ ഇവർക്ക് സ്വീകാര്യമല്ല. ഗവൺമെൻറ് ജോലി ലഭിക്കാൻ യോഗമുള്ളവരാണ് ഈ കൂട്ടർ. ഇവർക്ക് ആർഭാടത്തിൽ അത്ര കണ്ട് ഭ്രമമുള്ളവരായിരിക്കില്ല. പൊതുവെ ആദർശപ്രേമികളായ ഇവർ ചെറിയ വിഷമതകളെക്കുറിച്ച് പോലും വളരെയധികം ചിന്തിക്കുന്നവരാണ്. ഈ നാളുകാർ പൊതുവെ അസാമാന്യ കർമ്മകുശലതയും പ്രായോഗിക ബുദ്ധിവൈഭവമുള്ളവരുമായിരിക്കും. ഏർപ്പെടുന്ന ഏത് കാര്യവും ഭംഗിയായി ചെയ്ത് തീർക്കുവാൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കും. ഇവർ ഏത് കാര്യത്തെപ്പറ്റിയും നിഷ്പക്ഷ അഭിപ്രായം പറയുന്നവരായിരിക്കും. അതേപോലെ തന്നെ തീരുമാനമെടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെയായിരിക്കും. അന്യർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാനും ഉപകാരം ചെയ്യാനും ഇവർ സന്നദ്ധരായിരിക്കും. അങ്ങനെയുള്ളവരിൽ നിന്നും വെറുപ്പും വിദ്വേഷവുമായിരിക്കും ഇവർക്ക് തിരികെ ലഭിക്കുന്നത്. ഇവർക്ക് പലപ്പോഴും സ്ത്രീ വിഷയങ്ങളിൽ അപവാദം കേൾക്കുന്ന സാഹചര്യമുണ്ടാകാനിടയുണ്ട്. ഇവരിൽ അധികം പേർക്കും മാതൃഭാഗ്യം കുറഞ്ഞാണ് കാണപ്പെടാറുള്ളത്. ബാല്യത്തിലോ യൗവനത്തിലോ മാതാവുമായി വേർപെടാനിടയാകും. ജാതകത്തിൽ മാതൃഭാവം നല്ലതായിട്ടാണ് ഉള്ളത് എങ്കിൽ പോലും മാതാവുമായി ഒന്നിച്ചുള്ള ജീവിതവും മാതാവിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ഇവർക്ക് കുറവായിരിക്കും. പിതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഭിമാനിക്കാൻ ഏറെയുണ്ടായിരിക്കും എന്നതാണ്. ഇവരുടെ പിതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുസമ്മതി, സ്വഭാവഗുണം ഇവയെല്ലാമുള്ളവരായിരിക്കും. കലാസാംസ്കാരികമായിട്ടുള്ള പൊതുപ്രവർത്തനങ്ങളിൽ ഇവരുടെ പിതാവ് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും പിതാവുമായി കൂടെ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്നവരായിരിക്കും അധികം പേരും. അവരുടെ താല്പര്യങ്ങളും ഉപദേശങ്ങളും വേണ്ടവണ്ണം അംഗീകരിക്കാത്തവരായിരിക്കും ഈ കൂട്ടർ. ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ സാമ്പത്തിക ഉയർച്ചയേക്കാൾ ജനങ്ങളുടെ ഇടയിൽ മതിപ്പും ബഹുമാനവും വിശ്വസ്തതയും നേടിയെടുക്കാനായിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെടുന്നത്. ലേഖകൻ, അധ്യാപകൻ, അഭിഭാഷകൻ, കലാകാരൻ, വ്യവസായി എന്നീ നിലകളിലെല്ലാം തന്നെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ശോഭിക്കാൻ കഴിയും. സ്വസ്ഥമായ ഒരു കുടുംബം സ്വന്തം നിലയിൽ തന്നെ ഇവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ പ്രാരംഭകാലം വളരെ ക്ലേശകരമായിരിക്കും. 20 വയസ്സ് കഴിയുമ്പോഴേക്കും സ്വതന്ത്രമായ ഒരു ചിന്താഗതി ഇവർക്കുണ്ടാകുമെന്നതാണ്. 24 വയസ്സ് കഴിഞ്ഞ് 38 വയസ്സിനകത്ത് ശ്രേയസ്കരമായ സംഭവങ്ങൾ പലതും ജീവിതത്തിൽ വന്നു ചേരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുടുംബ ദുരിതങ്ങളും പ്രവൃത്തി മാർഗങ്ങളിൽ പലവിധ വിഷമതകളും ഇവരെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും. 40 വയസ്സിന് ശേഷമായിരിക്കും ഈ നക്ഷത്ര ജാതകർ സ്വസ്ഥവും ശാശ്വതവുമായ ഒരു ജീവിത പശ്ചാത്തലം ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഈ നക്ഷത്രക്കാർ സാധാരണയായി മിതമായി ചെലവ് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ അത് ആവശ്യത്തിൽ കൂടുതലായി പോകാറുണ്ട് പല ഘട്ടത്തിലും.
കലാരസികതയും കാര്യക്ഷമതയുള്ളവരും കുടുംബകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരുമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ ഇവർ അനുഗ്രഹീതരായിരിക്കും. പറയത്തക്ക രോഗപീഠകളൊന്നും തന്നെ ഇവരെ ബാധിക്കാറില്ല. തെറ്റായ സഞ്ചാരത്തിലൂടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ ഇടയുണ്ട്. എന്നിരുന്നാലും ആ രീതിയിലുള്ള ചിന്താഗതിക്കൊന്നും തന്നെ ചെന്നുവിട്ട് അധപ്പതിക്കുന്നവരല്ല ഈ കൂട്ടർ. വാതരോഗം, വായുക്ഷോഭം, അർശസ് തുടങ്ങിയ രോഗങ്ങൾ ഇവർക്ക് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങളേറെയും സാധാരണയായി വന്നു ഭവിക്കാറുണ്ട്. നല്ല ശീലത്തിനും സൗന്ദര്യത്തിനും ഇവർ അനുഗ്രഹീതകളായിരിക്കും. കളങ്കമറ്റ ഭർതൃഭക്തി, സന്താനഭാഗ്യം, കുടുംബഭരണ സാമർഥ്യം ഇവയെല്ലാം തന്നെ ഈ നാളുകാർക്ക് ഭൂഷണമായിരിക്കും. ഗൃഹജീവിതത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഇവർക്ക് തികഞ്ഞ വ്യക്തിത്വമുണ്ടായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യം ഇവർക്ക് മികച്ച നിലയിൽ അനുഭവിക്കാൻ കഴിയും. രേവതി, ഭരണി, രോഹിണി, മൂലം ഈ നാളുകാരുമായി പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു ഇടപാടുകളും പാടില്ല എന്നതാണ്. ഇവരുടെ ദശാനാഥൻ വ്യാഴമാണ്. വ്യാഴദശയിലാണ് ഇവരുടെ ജനനം. തുടർന്ന് ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് ഫലത്തിൽ മാറ്റം വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.